നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നൌഗാൻ പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്ഫോടനം ആകസ്മികമായി ഉണ്ടായതെന്ന് സ്ഥിരീകരിച്ച് ജമ്മു കാശ്മീർ DGP. അപകടം ആസൂത്രിതമല്ലെന്നും മറ്റു ഊഹാപോഹങ്ങൾ അനാവശ്യമാണെന്നും DGP നളിൻ പ്രഭാത് പറഞ്ഞു. ജെയ്ഷെ മുഹമ്മദിന്റെ അനുകൂലമായ സംഘടനയായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥിരീകരണവുമായി DGP രംഗത്തെത്തിയത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോൺഗ്രസ് ഘടകകക്ഷികളുമായും തേജസ്വി യാദവുമായും സംസാരിച്ചുവെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 90% സ്ഥാനാർത്ഥികളും ജയിക്കുക എന്നുള്ള അപൂർവങ്ങളിൽ അപൂർവമാണെന്നതും അങ്ങനെ ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരിക്കുന്നതായി ഞങ്ങൾക്കാർക്കും ബോധ്യപ്പെട്ടിട്ടില്ലെന്നും കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തുകയാണെന്നും കൂടാതെ ബീഹാറിലും വോട്ടുകൊള്ള നടന്നുവെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. സ്വർണം ചെമ്പാക്കാൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ പത്മകുമാർ കൂട്ടുനിന്നു. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് പുറത്തേക്ക് കടത്തിയിരുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത 2019 ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേകം അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ ഔദ്യോഗിക പ്രഖ്യാപനമായി. ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി ടു ലയൺസ് ഓൺ ഡെൻ. സ്വാഗതം സഞ്ജു എന്നായിരുന്നു സഞ്ജുവിന്റെ പോസ്റ്റർ പങ്കുവെച്ച് ചെന്നൈ കുറിച്ചത്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ കൈമാറ്റ കരാർ പൂർത്തിയായി. വോട്ട് ചോരി ആരോപണത്തിൽ രാജ്യത്തെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ബംഗാൾ സ്വദേശിയാണ് അറസ്റ്റിലായത്. കർണാടക ആലന്ദ് മണ്ഡലത്തിലെ വോട്ടുകൾ വെട്ടിമാറ്റാൻ ഇയാൾ സഹായിച്ചുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വോട്ട് കൊള്ള നടന്നുവെന്ന് രാഹുൽ ആരോപിച്ച കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിൽ കൂട്ടത്തോടെ വോട്ട് വെട്ടിമാറ്റിയ കേസ് സംബന്ധിച്ചാണ് അറസ്റ്റ്. ബംഗാൾ സ്വദേശിയായ ബാപ്പിയാണ് അറസ്റ്റിലായത്. മൊബൈൽ ഫോൺ അറ്റകുറ്റപ്പണി നടത്തുന്ന കടയുടമയാണ് ഇയാൾ. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.